നമസ്കാരം, എൻ്റെ പേര് സ്റ്റാനി. പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ലേൺ വൈസ് ഫാക്കൽറ്റിയാണ്. MPA-011 സ്റ്റേറ്റ് സൊസൈറ്റി ആൻഡ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന പേപ്പറിന്റെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള നേച്ചർ ഓഫ് ദി സ്റ്റേറ്റ് എന്നുള്ള യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ യൂണിറ്റിനകത്ത് ബേസിക്കലി നമ്മൾ പറയുന്നത് സ്റ്റേറ്റ് എന്നുള്ള കൺസെപ്റ്റിന്റെ ഡെഫിനിഷൻ, അതിന്റെ ചേഞ്ചിങ് പെർസ്പെക്റ്റീവ്, അതായത് ലിബറൽ പെർസ്പെക്റ്റീവ്, മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ്, നിയോ ലിബറൽ പെർസ്പെക്റ്റീവ്, ഈ മൂന്ന് പെർസ്പെക്റ്റീവ്സും ഇതേ തുടർന്ന് ഇന്ന് നമ്മൾ സൊസൈറ്റിയിൽ കാണുന്ന അല്ലെങ്കിൽ ഇന്നത്തെ സൊസൈറ്റിയിലുള്ള സ്റ്റേറ്റിന്റെ പെർസ്പെക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളതും കണ്ടംപററി സിറ്റുവേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതും ഗ്ലോബലൈസേഷൻ എറയിൽ സ്റ്റേറ്റിന്റെ റോൾ എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് എന്നുള്ള ടേം, ഒരു പൊളിറ്റിക്കൽ വൊക്കാബുലറിയിൽ സ്റ്റേറ്റ് എന്നുള്ള ടേം ഡെവലപ്പ് ചെയ്യുന്നത് 16th സെഞ്ചുറിയോട് കൂടിയിട്ടാണ്. ഇപ്പൊ ഹ്യൂമൻ സിവിലൈസേഷൻ നടക്കുന്ന കാലഘട്ടം മുതൽ തന്നെ സ്റ്റേറ്റ് എന്നുള്ള പെർസ്പെക്റ്റീവ് ഉണ്ടെങ്കിൽ പോലും ഒരു ടേം എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ് എന്ന രീതിയിൽ നമുക്ക് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് എന്ന രീതിയിൽ സ്റ്റേറ്റ് എന്നുള്ള ടേമിനെ ഉപയോഗിച്ച് തുടങ്ങുന്നത് 16th സെഞ്ചുറി മുതലാണ്. സ്റ്റേറ്റിന്റെ എവല്യൂഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും ഗവേണൻസ് എന്നുള്ള കൺസെപ്റ്റിനെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഗവേണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ടുള്ള നിയമങ്ങള്, നോംസ്, കിങ്ഷിപ്പ്, പൊളിറ്റിക്കൽ സിസ്റ്റം, സോവറിൻ അതോറിറ്റി, മൊണാർക്കി എന്നൊക്കെയുള്ള കൺസെപ്റ്റ്സിനെയാണ് നമ്മൾ ഗവേണൻസ് എന്ന് പറയുന്നത്. അപ്പോ ഇത്തരത്തിലുള്ള ഓരോ സിസ്റ്റത്തിനകത്ത്, ഇത്തരത്തിലുള്ള ഓരോ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനകത്തും എങ്ങനെയാണ് ഭരണ സംവിധാനങ്ങൾ നിലനിന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഭരണം എന്ന് പറയുന്ന കൺസെപ്റ്റ് നിലനിന്നത് എന്നതാണ് ഗവേണൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തില് ഒരു ഗവേണൻസ് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ആവശ്യകരമാണെന്നാണ് പറയുന്നത്? സ്റ്റേറ്റ് എന്നുള്ള പെർസ്പെക്റ്റീവ് ആവശ്യമാണ്. ഇപ്പൊ സ്റ്റേറ്റിന്റെ ഡെഫിനിഷൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഓരോ കാലഘട്ടത്തിലും ഓരോരോ പെർസ്പെക്റ്റീവിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഡെഫിനിഷൻസ് നിലനിന്നിട്ടുണ്ടാവുക. തുടക്കകാലത്ത് ഇതൊരു ഡിവൈൻ പെർസ്പെക്റ്റീവ് ആയിരുന്നു, പിന്നീട് അത് എത്തിക്കൽ പെർസ്പെക്റ്റീവ് ആകുന്നു, ഇന്ന് നമ്മളത് ലീഗൽ പെർസ്പെക്റ്റീവിന്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റേറ്റ് എന്നുള്ളതിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ സ്റ്റേറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിന് എല്ലാ ഇൻഡിവിജ്വൽസിലും കൃത്യമായ രീതിയിലുള്ള ഇമ്പാക്റ്റുകൾ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. ഈ ഒരു യൂണിറ്റിനകത്ത് ബേസിക്കലി നമ്മൾ സ്റ്റേറ്റ് എന്നുള്ള പെർട്ടിക്കുലർ ഏരിയ, പബ്ലിക് അഡ്മിനിസ്ട്രേഷനും മാർക്കറ്റും സിവിൽ സൊസൈറ്റിയും അതുപോലെ തന്നെ ഓൺ സ്റ്റേറ്റ് ആക്ടേഴ്സുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു യൂണിറ്റിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി സ്റ്റേറ്റിന്റെ ഡെഫിനിഷൻസിലേക്കാണ് നമ്മൾ മൂവ് ഓൺ ചെയ്യുന്നത്. അപ്പോൾ ഓരോ പെർസ്പെക്റ്റീവ് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഓരോ തിയറിസ്റ്റുകളും പല പെർസ്പെക്റ്റീവിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സ്റ്റേറ്റ് എന്നുള്ളതിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഫസ്റ്റ് നമ്മൾ പറയുന്നത് പ്രോബ്ലമാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ്. സ്റ്റേറ്റിനെ ഒരു പ്രോബ്ലമാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് സ്റ്റേറ്റ് എന്ന് പറയുന്ന പെർസ്പെക്റ്റീവ് തുടക്കകാലത്ത് ഡെവലപ്പ് ചെയ്തത് അല്ലെങ്കിൽ വളർന്നു വന്നത് മിക്കവാറും ആ സൊസൈറ്റിയിലെ എന്തെങ്കിലും ഒരു ഇഷ്യൂവിനെ അഡ്രസ് ചെയ്തുകൊണ്ടതായിരിക്കും. അതുകൊണ്ടാണ് അതിനെ പ്രോബ്ലമാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് എവല്യൂഷണറി ട്രജക്ടറി എന്നുള്ളതാണ്. അതായത് എവല്യൂഷൻ കൃത്യമായ രീതിയിൽ അല്ലെങ്കിൽ കൃത്യം ഇടവേളകളിൽ നടന്നിട്ടുള്ള ഒരു ഏരിയ ആണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റിന്റെ ഈ ഒരു വളർച്ച അല്ലെങ്കിൽ ഈ ഒരു എവല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് ട്രൈബൽ കമ്മ്യൂണിറ്റീസിൽ നിന്ന് മുതൽ സിറ്റി സ്റ്റേറ്റ്സിൽ വരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ആദിമകാല സമൂഹങ്ങൾ മുതൽ ഇപ്പോൾ നമ്മൾ നിലവിൽ നിൽക്കുന്ന സൊസൈറ്റിയിൽ വരെ നമുക്ക് സ്റ്റേറ്റിന്റെ വളർച്ച അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ പെർസ്പെക്റ്റീവിന്റെ നിലനിൽപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അത് പല രീതിയിലായിരിക്കാം. ഫ്യൂഡൽ സൊസൈറ്റീസ് ആയിരിക്കാം, സോവറിൻ സ്റ്റേറ്റുകളായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഫാസിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ്, വെൽഫെയർ സ്റ്റേറ്റുകളൊക്കെ ആയിട്ടായിരിക്കാം ഇത്തരത്തില് സ്റ്റേറ്റുകൾ നിലനിന്നിട്ടുണ്ടാവുക. ഇനി ഈ ഡെഫിനിഷൻസിനെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റിന്റെ ഒരു മോറൽ പെർസ്പെക്റ്റീവ് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു എത്തിക്കൽ അതോറിറ്റി ആണെന്നുള്ളതാണ് അതിന്റെ ഒരു മോറൽ പെർസ്പെക്റ്റീവ്. ഇൻസ്ട്രുമെന്റൽ പെർസ്പെക്റ്റീവ് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എക്സ്പ്ലോയിറ്റേഷന്റെ ഒരു ടൂള് മാത്രമായിട്ട് നിലനിൽക്കുന്ന ഒരു വസ്തുതയാണ്. അതേ കൺസെപ്റ്റിനെ തന്നെ ഗവൺമെന്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഗവേണൻസ് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസം ആണ് സ്റ്റേറ്റ് എന്നുള്ള രീതിക്കാണ് പറയുന്നത്. ഇനി യുണീക്ക് ആയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ
സ്റ്റേറ്റ് എന്ന് പറയുന്നത് മറ്റ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഭാഗമായിട്ട് നിലനിൽക്കുന്ന ഒരു വസ്തുതയല്ല, സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വസ്തുതയാണെന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുക. ഇനി സ്റ്റേറ്റിന്റെ ബേസിക് ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് പ്രത്യേകമായിട്ട് ടെറിട്ടറി, പോപ്പുലേഷൻ, ഗവൺമെന്റ്, സോവർണിറ്റി, ഈ 4 കൺസെപ്റ്റുകളുടെ അടിസ്ഥാനത്തിലാണ് സ്റ്റേറ്റ് എന്നുള്ളതിനെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കുക. ഇനി ജോർഡന്റെ അഭിപ്രായ പ്രകാരമാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് സിസ്റ്റം ഓഫ് റിലേഷൻഷിപ്സ് ആണെന്നുള്ളതാണ് പറയുന്നത്. അതായത് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ടെറിട്ടറി, മെമ്പർഷിപ്പ്, ഇന്റേണൽ അഫയേഴ്സ്, റിലേഷൻസ് വിത്ത് അതർ സ്റ്റേറ്റ്സ്, ഐഡന്റിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ ഒരു നിശ്ചിത രീതിയിൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ മെക്കാനിസത്തിന്റെ രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു മെക്കാനിസത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുക അല്ലെങ്കിൽ നിലനിർത്തിക്കൊണ്ടുള്ള രീതിയിലാണ് സ്റ്റേറ്റ് ഫങ്ഷൻ ചെയ്യുന്നതെന്നുള്ളതാണ് ജോർഡൻ പറയുന്നത്. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഒരു മാക്രോ കോൺഫിഗറേഷൻ ആണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതായത് അതിൽ നിലനിൽക്കുന്ന സ്റ്റേറ്റിൽ ഉൾക്കൊള്ളുന്ന ഓർഗനൈസേഷൻസും അതിന്റെ ആക്ഷൻസും കൃത്യമായ രീതിയിൽ ഇൻഫ്ലുവൻസുകൾ സ്റ്റേറ്റുകളിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഓരോ സൊസൈറ്റിയിലുമുള്ള ഓരോ ഓർഗനൈസേഷൻസ് അവരുടെ ഓരോ ആക്ഷൻസും കൃത്യമായ രീതിയിലുള്ള ഇൻഫ്ലുവൻസുകൾ സ്റ്റേറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇനി കണ്ടൻഷ്യസ് കൺസെപ്റ്റ് പ്രകാരമാണെന്നുണ്ടെങ്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പറയുന്നത് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും അതിൽ നിലനിൽക്കുന്ന വ്യക്തികളുടെ കണ്ടീഷൻസ് മനസ്സിലാക്കി ആ കണ്ടീഷൻസിനനുസൃതമായിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നതാണ് കണ്ടൻഷ്യസ് കൺസെപ്റ്റിനകത്ത് പറയുന്നത്. ഇനി ഡേവിഡ് ഈസ്റ്റന്റെ അടുത്തൊരു കൺസെപ്റ്റ് ആണ് ഫ്യൂട്ടിലിറ്റി ഓഫ് കൺസെപ്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം സ്റ്റേറ്റ് എന്ന് പറയുന്നത് കൺസെപ്ച്വൽ കൺഫ്യൂഷൻ ആണെന്നുള്ളതാണ് പറയുന്നത്. ഇനി നിക്കോസ് പൊളണ്ടസിന്റെ അഭിപ്രായ പ്രകാരം സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇൻഡിസ്പെറബിൾ മിസ്റ്ററി ആണ്. അതായത് ക്ലാസുകൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ് സ്റ്റേറ്റ് എന്നുള്ളതാണ് നിക്കോസ് പൊളണ്ടസ് അദ്ദേഹത്തിന്റെ പെർസ്പെക്റ്റീവിനകത്ത് പറഞ്ഞു വെക്കുന്നത്. ഇനി ഫിലോസഫിക്കൽ വ്യൂസിന്റെ അടിസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ 2 തിയറിസ്റ്റുകളുടെ പെർസ്പെക്റ്റീവ് ആണ് പറയുന്നത്, നിറ്റ്ഷയുടെയും ജോൺ ഉറിയുടെയും. നിറ്റ്ഷെ പറയുന്നത് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ദി കോൾഡസ്റ്റ് ഓഫ് ദ ഓൾ കോൾഡ് മോൺസ്റ്റേഴ്സ്, അതായത് ചെറിയൊരു കമ്മ്യൂണിറ്റി അല്ലല്ലോ, വലിയൊരു ഗ്രൂപ്പ് ആയിരിക്കില്ലേ. അപ്പോ ഇത്തരത്തിലുള്ള ഓരോ ചെറിയ ഗ്രൂപ്പുകളെയും കമ്പൈൻ ചെയ്യുന്ന വലിയൊരു യൂണിറ്റ് ആണെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഡെഫിനിഷനിൽ പറയുന്നത്. ജോൺ ഉറി പറയുന്നത് സ്റ്റേറ്റ് ആസ് എ പാരസൈറ്റ് സെർവിങ് ഇൻഫ്ലുവൻഷ്യൽ ഇൻട്രസ്റ്റ്, അതായത് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഓർഗനൈസേഷൻസിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു പാരസൈറ്റ് ആണെന്നുള്ളതാണ് ജോൺ ഉറിയുടെ ഡെഫിനിഷനകത്ത് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത്രയും ഡെഫിനിഷൻസിന് അതോടൊപ്പം തന്നെ ക്രിട്ടിക്സും ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അത്തരത്തില് ഡെവലപ്പ് ചെയ്ത ഒരു ക്രിറ്റിസിസം ആണ് എന്തുകൊണ്ട് എല്ലാവരും സ്റ്റേറ്റിന്റെ ആവശ്യകതയെ കുറിച്ച് പറയുന്നു, എന്തുകൊണ്ട് അനാർക്കിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല, അരാജകത്വത്തെ കുറിച്ച് എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളത് ആ ഒരു സമയത്ത് ഈ ഒരു തോട്ട്സ് ഡെവലപ്പ് ചെയ്ത സമയത്ത് നോസിക് എന്ന് പറയുന്ന തിയറിസ്റ്റ് ഡെവലപ്പ് ചെയ്ത ഒരു ക്രിറ്റിസിസം ആണ്. അപ്പൊ ആ ഒരു ക്രിറ്റിസിസത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തില് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഹെജിമോണി, അതായത് ഒരു ഒരുമ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നിലനിൽക്കുന്ന ഒരു ഏരിയ ആണ്. പെർട്ടിക്കുലർലി ബ്യൂറോക്രസി, ജുഡീഷ്യറി, മിലിറ്ററി തുടങ്ങിയിട്ടുള്ള കൺസെപ്റ്റുകൾ തമ്മിലുള്ള ഒരു സഹകരണം അല്ലെങ്കിൽ ഒരു സഹവർത്തിത്വം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുള്ള ഒന്നിനെയാണ് നമ്മൾ സ്റ്റേറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഈ മോറിസിന്റെ കാറ്റഗറൈസേഷൻ ആണ് പറയുന്നത്, 5 പോയിന്റിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. സ്റ്റേറ്റ് എന്ന് പറയുന്നതിനകത്ത് എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണുള്ളത് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് കണ്ടിന്യൂറ്റി ഇൻ സ്പേസ് ആൻഡ് ടൈം. ഏത് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിലും ആ ഒരു ഓർഗനൈസേഷൻ ഭരണത്തിൽ വരുമ്പോൾ മുമ്പുണ്ടായിരുന്ന കംപ്ലീറ്റ് ഓർഗനൈസേഷനെ മുഴുവനായിട്ട് അല്ലെങ്കിൽ അവരുടെ ഐഡിയോളജീസിനെ മുഴുവനായിട്ട് നശിപ്പിച്ചുകൊണ്ടല്ല നിലനിൽക്കുന്നത്. അവര് എവിടെ നിർത്തി വന്നോ അവിടെ നിന്നുള്ള തുടർച്ചയായിരിക്കും, അല്ലെങ്കിൽ അവർ ഏത് കാലഘട്ടത്തിൽ നിർത്തിയോ അതിൽ നിന്നുള്ള തുടർച്ചയായിരിക്കും എല്ലാ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസും നടക്കുന്നത്. അതുകൊണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ സ്പേസിനെയും ടൈമിനെയും കണ്ടിന്യൂറ്റി കൊടുക്കുന്ന ഒരു വസ്തുതയാണെന്നുള്ളതാണ് മോറിസ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ട്രാൻസെൻഡൻസ് എന്നുള്ളതാണ്. അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് ഏജൻസ് അല്ല, ഓരോ സ്റ്റേറ്റ് രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള
ഏജൻസ് ആയിട്ട് നിലനിൽക്കുന്ന വസ്തുതയല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. പിന്നെ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് എന്നുള്ളതിനകത്ത് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയും സ്റ്റേറ്റിന് വേണ്ടിയിട്ട് നിലനിൽക്കുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴിയാണ് ഓരോ സ്റ്റേറ്റും കൃത്യമായിട്ടുള്ള റൂൾസും റെഗുലേഷൻസും ഒക്കെ ആക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അദ്ദേഹം പറയുന്ന അടുത്തൊരു ഫീച്ചറാണ് അതോറിറ്റി എന്ന് പറയുന്നത്. അതായത് സോവറിനിറ്റി ആണ് ഇതിന്റെ അൾട്ടിമേറ്റ് സോഴ്സ്. പൊളിറ്റിക്കൽ അതോറിറ്റിയുടെ അൾട്ടിമേറ്റ് സോഴ്സ് ആയിട്ട് ഇതിനെ സോവറിനിറ്റിനെയാണ് കണക്കാക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് അലീജിയൻസ് എന്നുള്ളതാണ്. അതായത് സിറ്റിസൺസ് എന്ന് പറയുന്നത് എപ്പോഴും സ്റ്റേറ്റിനോട് ഒരു അലീജിയൻസ് ഉള്ള ആൾക്കാരായിരിക്കും. അതായത് സ്റ്റേറ്റിനോട് ഒരു മമത അല്ലെങ്കിൽ ഒരു താല്പര്യം ഒക്കെ ഉണ്ടാവുകയും അതേപോലെ തന്നെ സ്റ്റേറ്റിന് ആ വ്യക്തികളോട് അല്ലെങ്കിൽ സ്റ്റേറ്റിൽ ഉൾക്കൊള്ളുന്ന വ്യക്തികളോട് ഒരു ലോയലിറ്റി ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് മോറിസിന്റെ ക്യാരക്ടറൈസേഷനകത്ത് പറയുന്നത്. ഇനി സ്റ്റേറ്റ് എന്നുള്ള കൺസെപ്റ്റിന് തന്നെ പല തിയറിസ്റ്റുകൾ പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻ ആണ് പറയുന്നത്. ഫസ്റ്റ് ഞാൻ പറയുന്നത് പിയേഴ്സന്റെ ഡെഫിനിഷൻ ആണ്. അദ്ദേഹത്തിന്റെ പെർസ്പെക്റ്റീവ് പ്രകാരം സ്റ്റേറ്റ് എന്ന് പറയുന്നത് മൊണോപ്പൊളി ഓഫ് കൺട്രോൾ എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഇപ്പോ വയലൻസ്, ടെറിട്ടറി, സോവർണിറ്റി, കോൺസ്റ്റിറ്റ്യൂഷണാലിറ്റി, ഇംപേഴ്സണൽ പവർ, പബ്ലിക് ബ്യൂറോക്രസി, അതോറിറ്റി, ലെജിറ്റിമസി, സിറ്റിസൺഷിപ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുടെ മുകളിൽ അല്ലെങ്കിൽ അതിന്റെയൊക്കെ മുകളിൽ കൃത്യമായിട്ടുള്ള ഒരു അധികാരം കാണിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു കൺട്രോൾ കാണിക്കാൻ പറ്റുന്ന ഒന്നിനെയാണ് സ്റ്റേറ്റ് എന്ന് വിശേഷിപ്പിക്കുക എന്നുള്ളതാണ് പിയേഴ്സൺ മൊണോപ്പൊളി ഓഫ് കൺട്രോൾ എന്നുള്ളതിനകത്ത് പറഞ്ഞു വെക്കുന്നത്. ഇനി ഡേവിഡ് ഹെൽറ്റിന്റെ അഭിപ്രായ പ്രകാരം സ്റ്റേറ്റ് എന്ന് പറയുന്നത് വെസ്റ്റേൺ പൊളിറ്റിക്കൽ തോട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ഒരു വസ്തുതയാണ്. അതായത് ഇംപേഴ്സണൽ ആയിട്ട് അല്ലെങ്കിൽ പ്രിവിലേജ്, ലീഗൽ ഓർ കോൺസ്റ്റിറ്റ്യൂഷണൽ ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ടെറിട്ടറിനെ, അതായത് ഒരു ബൗണ്ടറി ഉള്ള ഒരു ടെറിട്ടറിനെ അഡ്മിനിസ്റ്റർ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും സാധിക്കുന്നതിനെയാണ് സ്റ്റേറ്റ് എന്ന് പറയുക എന്നാണ് ഡേവിഡ് ഹെൽഡ് അദ്ദേഹത്തിന്റെ ഡെഫിനിഷനകത്ത് പറയുന്നത്. ഇനി വെബറിന്റെ സിസ്റ്റമാറ്റിക് തിയറി പ്രകാരമുള്ള ഒരു തോട്ട് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വെബർ പറഞ്ഞു വെക്കുന്നത് ടെറിട്ടറി, വയലൻസ്, അതുപോലെ ലെജിറ്റിമസി, ഈ വസ്തുതകളൊക്കെയാണ് സ്റ്റേറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് എന്നുള്ളതാണ് വെബർ പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത് മോഡേൺ സ്റ്റേറ്റിന്റെ ഒരു ഡിഫൈനിങ് ഫീച്ചർ ആയിട്ടാണ് അദ്ദേഹം ബ്യൂറോക്രസീനെ കണക്കാക്കുന്നത്. ഈ ഡേവിഡ് ഹെൽത്ത് തന്നെ ലെജിറ്റിമസി ആൻഡ് പവർ എന്നുള്ള ഒരു പെർസ്പെക്റ്റീവിൽ പറയുന്നുണ്ട്. അതായത് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു പവർ റിലേഷൻ ആണ്, അധികാരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ്. അതായത് സോഷ്യൽ റിലേഷൻഷിപ്സിന്റെ മേളിൽ ഒരു കൺട്രോൾ അല്ലെങ്കിൽ ഒരു മെക്കാനിസം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വസ്തുതയാണ് സ്റ്റേറ്റ് എന്നുള്ളതാണ് ഡേവിഡ് ഹെൽഡ് ലെജിറ്റിമസി ആൻഡ് പവർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ലെജിറ്റിമേഷൻ എന്നുള്ളത്, അതായത് ക്ലോസ് ഓഫും ജാഗ്രൻ ഹാബർമാസും കൂടെ പറയുന്ന ഒരു പെർസ്പെക്റ്റീവ് ആണ് ലെജിറ്റിമേഷൻ എന്ന് പറയുന്നത്. അവര് പറയുന്ന പെർസ്പെക്റ്റീവില് സ്റ്റേറ്റിന്റെ ആക്ടിവിറ്റി സോഷ്യൽ റിലേഷൻസിൽ എത്രത്തോളം ലെജിറ്റിമസി ക്രിയേറ്റ് ചെയ്യാനായിട്ട്, ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിനകത്തൊക്കെ എത്രത്തോളം ലെജിറ്റിമസി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തം എന്നുള്ളതാണ് ലെജിറ്റിമേഷൻ എന്നുള്ളതിനകത്ത് ഇവർ രണ്ടുപേരും പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഇനി നെക്സ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ സോഫ്റ്റ് സ്റ്റേറ്റ് വേഴ്സസ് ഹാർഡ് സ്റ്റേറ്റ് എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് ആണ്. അതായത് സോഫ്റ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തികൾക്ക് വേണ്ടിയിട്ട്, ഇപ്പൊ സ്റ്റേറ്റിൽ ഉൾക്കൊള്ളുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ട് പുതിയ പോളിസീസോ അല്ലെങ്കിൽ പുതിയ പ്രോഗ്രാംസോ ഒന്നും തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാൻ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ അത്തരത്തിൽ ഡെവലപ്മെന്റ് പേഴ്സ്പെക്റ്റീവ്സ് ഒന്നും ഇല്ലാത്ത സ്റ്റേറ്റുകളെയാണ് നമ്മൾ സോഫ്റ്റ് സ്റ്റേറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇനി ഹാർഡ് സ്റ്റേറ്റുകളാണെന്നുണ്ടെങ്കിൽ വ്യക്തികളിലേക്ക് പോളിസീസ് കൃത്യമായ രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സ്റ്റേറ്റുകളെയാണ് ഹാർഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സോഫ്റ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ നിയമങ്ങൾ ഉണ്ടാക്കാത്തതാകാം, അല്ലെങ്കിൽ ഉള്ള നിയമങ്ങൾ നിങ്ങൾ പാലിച്ചുകൊള്ളണം എന്ന് കൃത്യമായ രീതിയിൽ ഇൻസ്ട്രക്ട് ചെയ്യാത്ത അല്ലെങ്കിൽ ഓവർ എക്സസൈസ് ചെയ്യാത്ത സ്റ്റേറ്റുകളാണ് സോഫ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഹാർഡ് സ്റ്റേറ്റ് അതേസമയം ഒരു നിയമം ഉണ്ടാക്കുകയും അത് നിങ്ങൾ പാലിച്ചിരിക്കണം എന്ന് സ്റ്റേറ്റിന്റെ നിർബന്ധ ബുദ്ധിയോടുകൂടെ ചെയ്യുന്നതിനെയാണ് ഹാർഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഈ പെർസ്പെക്റ്റീവും സ്റ്റേറ്റിന്റെ കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്.
ഇനി അതേപോലെ തന്നെ സ്റ്റേറ്റിനെ നമുക്ക് ലെജിറ്റിമേറ്റ് ഫോഴ്സ് എന്നും വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും. അതായത് എല്ലാ കാര്യങ്ങളെയും, ഒരു സ്റ്റേറ്റിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും ഒരു അതോറിറ്റി, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളുടെയും ഒരു റെഗുലേഷൻ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിന് കപ്പാസിറ്റി ഉള്ള ഒന്നിനായിട്ട് സ്റ്റേറ്റിനെ നമുക്ക് ഒരു ലെജിറ്റിമേറ്റ് ഫോഴ്സ് ആയിട്ട് നമുക്ക് സ്റ്റേറ്റിനെ കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇനി സ്റ്റേറ്റിന്റെ നേച്ചറിനകത്ത് വരുന്ന ചേഞ്ചസ് ആണ് പറയുന്നത്. ഇപ്പൊ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ നമ്മൾ കാണാൻ തുടങ്ങിയപ്പോഴോ രൂപീകരിക്കപ്പെട്ട ഒരു വസ്തുതയല്ല, കാലങ്ങളായിട്ട്, സെഞ്ചുറീസ് ആയിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വസ്തുതയാണ്. അപ്പൊ ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള ഒരു സോവറിൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു ബിഹേവിയറലിസ്റ്റിക് തോട്ടൊക്കെ വരുന്ന സമയത്തോട് കൂടിയിട്ട് ഉണ്ടാവുന്ന ഒരു പെർസ്പെക്റ്റീവ് ആണ്. ഇപ്പൊ ബിഹേവിയറലിസ്റ്റ് പൊളിറ്റിക്കൽ സയന്റിസ്റ്റുകൾ പ്രത്യേകമായിട്ട് വാല്യൂ ഫ്രീ, എംപിരിക്കൽ സയൻസ്, സൈഡ് ലൈനിങ് നോർമേറ്റീവ് കൺസെപ്റ്റ്സ്, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഒരു മോഡേൺ സോവറൻ സ്റ്റേറ്റിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഒരു തോട്ട് ഡെവലപ്പ് ചെയ്യുന്നത് 1960s-ലും 70s-ലും ഒക്കെ ആയിട്ടാണ്. ഇപ്പൊ സ്റ്റേറ്റ് എന്ന് പറയുന്ന ആ പെർസ്പെക്റ്റീവിനകത്ത് ചേഞ്ചുകൾ കൊണ്ടുവരണമെന്ന് ഈ ഒരു കാലഘട്ടത്തിൽ പ്രധാനമായിട്ട് തിയറിസ്റ്റുകൾ ചിന്തിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ക്യാപിറ്റലിസ്റ്റ് കൺട്രീസിൽ അന്നുണ്ടായിരുന്ന പൊളിറ്റിക്കൽ അൺട്രസ്റ്റ്, അതുപോലെ തന്നെ തേർഡ് വേൾഡ് നേഷൻസിനകത്ത് ഉണ്ടായിരുന്ന നാഷണലിസം എന്നുള്ള ഒരു കൺസെപ്റ്റിന്റെ ഡെവലപ്മെന്റ്, പോസ്റ്റ് കൊളോണിയൽ റെജീംസിന്റെ തകർച്ച, അതുപോലെ സ്റ്റാലിനിസ്റ്റ് ഐഡിയോളജീസിന്റെ അല്ലെങ്കിൽ സ്റ്റാലിനിസ്റ്റ് തോട്ട്സിന്റെ ഒരു എക്സസീവ്നെസ്, ഈ 4 റീസൺസ് കൊണ്ടാണ് ബേസിക്കലി സ്റ്റേറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ ഒന്നുകൂടെ റീഡെവലപ്പ് ചെയ്യണം, അല്ലെങ്കിൽ റീസർജൻസ് ചെയ്യണം എന്നൊക്കെയുള്ള തോട്ട്സ് അന്നത്തെ പൊളിറ്റിക്കൽ തിയറിസ്റ്റുകളുടെ ഇടയിൽ ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി ഡൈവേഴ്സ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് തിയററ്റിക്കൽ ആയിട്ടുള്ള പുതിയ തിയറീസിന്റെയും അതുപോലെ തന്നെ എംപിരിക്കൽ ഐഡന്റിറ്റീസിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. അതിനകത്ത് ഒരുപാട് പെർസ്പെക്റ്റീവ്സ് ഉണ്ട്. പ്രത്യേകമായിട്ട് ലിബറൽ പെർസ്പെക്റ്റീവ്, മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ്, നിയോ ലിബറൽ പെർസ്പെക്റ്റീവ്, ഇതിന്റെ ഒക്കെ ഡെവലപ്മെന്റിന് ശേഷം ഇന്ന് പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന എമേർജിങ് അല്ലെങ്കിൽ പോസ്റ്റ് മോഡേൺ വ്യൂസ്, ഈ എല്ലാ കൺസെപ്റ്റുകളും അല്ലെങ്കിൽ ഈ എല്ലാ പെർസ്പെക്റ്റീവും മനസ്സിലാക്കിയാൽ മാത്രമേ എന്താണ് ആക്ച്വൽ സ്റ്റേറ്റ്, അല്ലെങ്കിൽ നമ്മൾ കടന്നു വന്ന ഓരോ സ്റ്റേറ്റിന്റെയും തോട്ട്സ് എന്ത്, ഓരോ സ്റ്റേറ്റിന്റെയും പെർസ്പെക്റ്റീവ്സ് എന്ത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. ഇനി നമ്മൾ ഫസ്റ്റ് പറയുന്നത് ലിബറൽ പെർസ്പെക്റ്റീവ് എന്നുള്ളതാണ്. ഇപ്പൊ ലിബറൽ പെർസ്പെക്റ്റീവ് ആ ടേം കേൾക്കുമ്പോൾ തന്നെ അറിയാം, ലിബറൽ എന്നുള്ള കൺസെപ്റ്റിനാണ് അവിടെ പ്രോമിനൻസ്. ഇൻഡിവിജ്വൽ റൈറ്റ്സ് എന്നുള്ള കൺസെപ്റ്റിനായിരിക്കും അവിടെ ഇമ്പോർട്ടൻസ്. അതായത് ലൈഫ്, ലിബർട്ടി, പ്രോപ്പർട്ടി, ഓരോ ഇൻഡിവിജ്വലിന്റെ ബേസിസിലുള്ള ലൈഫ്, ലിബർട്ടി, പ്രോപ്പർട്ടി തുടങ്ങിയിട്ടുള്ള കൺസെപ്റ്റുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ലിബറൽ പെർസ്പെക്റ്റീവ് നിലനിൽക്കുന്നുണ്ടാവുക. സോഷ്യൽ കോൺട്രാക്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു നെസസറി മെക്കാനിസം ആയിട്ടാണ് സ്റ്റേറ്റിനെ കണക്കാക്കുന്നത്. അതായത് വ്യക്തികളും സ്റ്റേറ്റും തമ്മിലുള്ള ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റേറ്റ് എന്നുള്ള പെർസ്പെക്റ്റീവ് നിലനിൽക്കുന്നത് എന്നുള്ള ഒരു പെർസ്പെക്റ്റീവ് ആണ് സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഒരു ഡെവലപ്മെന്റ് തോട്ട് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസ്, അതായത് സ്റ്റേറ്റിൽ ഉൾക്കൊള്ളുന്ന വ്യക്തികൾ തങ്ങളുടെ ചില റൈറ്റ്സ് സ്റ്റേറ്റിന് വേണ്ടിയിട്ട് സറണ്ടർ ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ മുമ്പിൽ സറണ്ടർ ചെയ്യുക. അത് ബേസിക്കലി നമ്മുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട്, അതായത് സ്റ്റേറ്റിന്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഇൻഡിവിജ്വൽസ് തങ്ങളുടെ കുറച്ച് റൈറ്റ്സ് സ്റ്റേറ്റിന് സറണ്ടർ ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരു പെർസ്പെക്റ്റീവിന്റെ അടിസ്ഥാനത്തിലാണ് ലിബറൽ പെർസ്പെക്റ്റീവ് ഡെവലപ്പ് ചെയ്തു വരുന്നത്. അപ്പൊ അതിനകത്ത് പറഞ്ഞു വെക്കുന്ന കുറച്ച് വാല്യൂസ് എന്ന് പറയുന്നത് റൂൾ ഓഫ് ലോ, ഇൻഡിവിജ്വൽ ലിബർട്ടി, പ്രോപ്പർട്ടി റൈറ്റ്സ്, ലിമിറ്റഡ് ഗവൺമെന്റ്, ഈ 4 വാല്യൂസിന്റെ അടിസ്ഥാനത്തിലാണ് ലിബറൽ തോട്ട് മുമ്പോട്ട് പോകുന്നത്. ഇനി ക്ലാസിക്കൽ ലിബറൽ തിങ്കേഴ്സ് ആയിട്ട് നമ്മൾ പറയുന്നത് തോമസ് ഹോബ്സ്, ജോൺ ലോക്ക്, റൂസോ, ജെറമി ബെന്താം എന്ന് തുടങ്ങിയിട്ടുള്ളവരെയാണ്. തോമസ് ഹോബ്സിന്റെ ഒരു അഭിപ്രായ പ്രകാരം സ്റ്റേറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നിലനിൽക്കുന്നത് പേടിയും അതുപോലെ തന്നെ സസ്പീഷന്റെയും അടിസ്ഥാനത്തിലാണെന്നുള്ളത് പറയുന്നത്. അതായത് ഗവൺമെന്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു അബ്സല്യൂട്ട് അതോറിറ്റി ആയിരിക്കും. ഇതിനകത്ത് വ്യക്തികൾ നിലനിൽക്കുന്നത് പേടിയുടെയും സസ്പീഷന്റെയും അടിസ്ഥാനത്തിലാണെന്നുള്ളതാണ് പറയുന്നത്. ജോൺ ലോക്ക് അതേസമയം പറയുന്നത് ഒരു റേഷണൽ എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലാണ്. തങ്ങളുടെ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിന്റെ നാച്ചുറൽ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലാണ്
സ്റ്റേറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നിലനിൽക്കുന്നു എന്നുള്ളതാണ് ജോൺ ലോക്ക് പറഞ്ഞു വെക്കുന്നത്. സ്റ്റേറ്റിന് അതേപോലെ തന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള പവർ ഉള്ളൂ എന്നുള്ളതാണ് ജോൺ ലോക്ക് പറയുന്നത്. റൂസോയുടെ അഭിപ്രായ പ്രകാരം സിവിൽ സൊസൈറ്റിയിൽ സ്വാഭാവികമായിട്ട് ഇൻഇക്വാളിറ്റി ഉണ്ടാകും. ആ ഒരു കൺസെപ്റ്റ്, ആ ഒരു ഇൻഇക്വാളിറ്റിനെ ഓവർകം ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഓവർറോൾ ചെയ്തുകൊണ്ട് പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി, ജനറൽ വില്ല് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് സ്റ്റേറ്റ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് റൂസോ പറഞ്ഞു വെക്കുന്നത്. ഇനി ജെറമി ബെന്താം പറയുന്നതാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഹാപ്പിനെസ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വസ്തുതയാണ്. അതായത് എത്തിക്കൽ ഇൻഡിവിജ്വലിസം, ബ്യൂറോക്രസി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇൻഡിവിജ്വൽസിനെ എൻഹാൻസ് ചെയ്യുക അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിന്റെ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ജെറമി ബെന്താം പറയുന്നത്. ഈ ഒരു ലിബറൽ തോട്ടിന്റെ എവല്യൂഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട തിയറിസ്റ്റുകളാണ് ജോൺ സ്റ്റുവാർട്ട് മിൽ, എമിലി ഡർക്കൈൻ, ഹെഗൽ, ആഡം സ്മിത്ത് തുടങ്ങിയിട്ടുള്ളവര്. ഇപ്പൊ ജെ.എസ്. മില്ലിന്റെ അഭിപ്രായ പ്രകാരം സ്റ്റേറ്റ് എന്ന് പറയുന്നത് മോറൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിനെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പെർസ്പെക്റ്റീവിനെ, മോറൽ സ്റ്റേറ്റ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ലിബറൽ തോട്ട് നിലനിൽക്കേണ്ടത് അല്ലെങ്കിൽ അത്തരത്തിലാണ് സ്റ്റേറ്റ് നിലനിൽക്കേണ്ടത് എന്നുള്ളതാണ് ജോൺ സ്റ്റുവാർട്ട് മില്ല് പറയുന്നത്. സ്റ്റേറ്റിന്റെ കടന്നുകയറ്റങ്ങൾ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഇന്റർഫിയർ ചെയ്യേണ്ട കാര്യങ്ങളെ ഓപ്ഷണലായി മാത്രമാണ് സ്റ്റുവാർട്ട് മില്ല് കണക്കാക്കുന്നത്. ഇനി എമിലി ഡർക്കൈമിന്റെ പെർസ്പെക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഒരു മോഡറൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡർക്കൈം സ്റ്റേറ്റ് എന്നുള്ള കൺസെപ്റ്റിനെ കുറിച്ച് പറയുന്നത്. ഒക്യുപ്പേഷണൽ അസോസിയേഷൻസിന്റെ അടിസ്ഥാനത്തിൽ, അതായത് നമ്മൾ ഉൾക്കൊള്ളുന്ന ഓരോ അസോസിയേഷന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റിന് വേണ്ടുന്ന റൂൾസും റെഗുലേഷൻസും ഒക്കെ അല്ലെങ്കിൽ ആ മോറൽ സൈഡ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് സ്റ്റേറ്റ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഡർക്കൈം പറഞ്ഞു വെക്കുന്നത്. ഇനി ഹെഗലിന്റെ പെർസ്പെക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ എത്തിക്കലും യൂണിവേഴ്സലും ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആയിട്ടാണ് സ്റ്റേറ്റിനെ അദ്ദേഹം കാണുന്നത്. ബ്യൂറോക്രാറ്റിക് ഗവേണൻസിന് വേണ്ടിയിട്ടാണ് ഹെഗൽ സംസാരിച്ചിരിക്കുന്നത് മുഴുവൻ. ആഡം സ്മിത്ത് പറയുന്നത് ലേസിസ്ഫെയർ എക്കണോമിക്സിന്റെ അടിസ്ഥാനത്തിലാണ്. മിനിമൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഡിഫൻസ്, ജസ്റ്റിസ്, പബ്ലിക് ഗുഡ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പെർസ്പെക്റ്റീവിൽ അല്ലെങ്കിൽ ആ കാര്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു ഏരിയ ആയിട്ടാണ് സ്റ്റേറ്റിനെ കുറിച്ച് ആഡം സ്മിത്ത് കണക്കാക്കുന്നത്. ഇനി പറയുന്നത് പ്ലൂറലിസം ആൻഡ് കോർപ്പറേറ്ററിസം എന്നുള്ളതാണ്. അപ്പൊ പ്ലൂറലിസം എന്ന് പറയുന്നത് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരുപാട് അസോസിയേഷനിലെ ഒന്നാണ് എന്നുള്ള ഒരു തോട്ടിനെയാണ് പ്ലൂറലിസം എന്ന് പറയുന്നത്. ഇപ്പം ചർച്ച്, യൂണിവേഴ്സിറ്റി അത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഭാഗമായിട്ട് തന്നെ അല്ലെങ്കിൽ അത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഒന്ന് മാത്രമാണ് സ്റ്റേറ്റ് എന്നുള്ള ഒരു പെർസ്പെക്റ്റീവ് ആണ് പ്ലൂറലിസം എന്ന് പറയുന്നത്. കോർപ്പറേറ്ററിസം എന്ന് പറയുന്നത് സോഷ്യൽ ഓർഡർ അല്ലെങ്കിൽ ഹാർമണി തുടങ്ങിയ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും കോമ്പറ്റീഷൻ എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് സോഷ്യൽ ഓർഡർ, ഹാർമണി തുടങ്ങിയിട്ടുള്ളതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും അതുപോലെ തന്നെ ഓർഗനൈസേഷൻസിന് കൃത്യമായിട്ട് സ്റ്റേറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനും സാധിക്കുന്ന ഒരു തോട്ടാണ് കോർപ്പറേറ്റിസം എന്നുള്ളതാണ് പറയുന്നത്. ക്യാപിറ്റലിസത്തിന്റെയും സോഷ്യലിസത്തിന്റെയും ഒരു ഇടക്കാലത്ത് അതിന്റെ ഒരു ഇടയിലുള്ള ഒരു തോട്ട് പ്രോസസ്സാണ് കോർപ്പറേറ്റിസം എന്ന് പറയുന്നത്. ഇനി അതിനുശേഷം വന്നതാണ് നിയോ കോർപ്പറേറ്റിസം എന്ന് പറയുന്നത്. അതായത് ക്യാപിറ്റൽ ലേബർ ഡിവൈഡ്, അതുപോലെ പോളിസി നെഗോഷിയേഷൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിലനിൽക്കുന്ന പെർസ്പെക്റ്റീവ് ആണ് നിയോ കോർപ്പറേറ്റിസം എന്നുള്ളത്. ഇനി ലിബറൽ പെർസ്പെക്റ്റീവിന് ശേഷം നമ്മൾ ചർച്ച ചെയ്യേണ്ടത് മാർക്സിസ്റ്റ് വ്യൂവിനെ കുറിച്ചിട്ടാണ് അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവിനെ കുറിച്ചിട്ടാണ്. അതിനകത്ത് നമ്മൾ ബേസിക്കലി പറഞ്ഞു പോകുന്നത് സ്റ്റേറ്റ് എന്ന് പറയുന്നത് റൂളിംഗ് ക്ലാസിന്റെ ഒരു ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ഒരു ആയുധമായിട്ടാണ് നിലനിൽക്കുന്നത്. ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തം എന്നുള്ളതാണ് മാർക്സിസ്റ്റ് വ്യൂവിനകത്ത് പറയുന്നത്. ക്ലാസ് കോൺഫ്ലിക്റ്റുകൾ ഒഴിവാക്കുക അല്ലെങ്കിൽ അത്തരം ഡിസ്പ്യൂട്ട്സുകൾ ഒഴിവാക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ അതിനെ സപ്രസ് ചെയ്യുക എന്നുള്ളതാണ് മാർക്സിസ്റ്റ് വ്യൂവിനകത്ത് ഉള്ളത്. അതായത് ഇതിന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ക്ലാസ്ലെസ് സൊസൈറ്റി ഡെവലപ്പ് ചെയ്യുകയും അതുപോലെ തന്നെ സ്റ്റേറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിന്റെ തകർച്ചയുമാണ് മാർക്സിസ്റ്റ് വ്യൂ പ്രകാരം സ്റ്റേറ്റിനെ കുറിച്ച് പറഞ്ഞു വെക്കുന്നത്. ഇനി മാർക്സിസ്റ്റ് തിങ്കേഴ്സിനകത്ത് പ്രധാനമായിട്ടുള്ള ആൾക്കാരാണ് കാൾ മാർക്സ്. അദ്ദേഹം സ്റ്റേറ്റിനെ ഒരു പാരാസൈറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറയുന്നത്. പ്രോപ്പർട്ടി റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുക, സ്വത്ത് എന്നുള്ള കൺസെപ്റ്റിനെ കുറിച്ച് ആലോചിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു വസ്തുതയായിട്ടാണ് സ്റ്റേറ്റിനെ കാൾ മാർക്സ് കണക്കാക്കുന്നത്, പാരാസൈറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. റാൽഫ് മിലിബാൻഡിന്റെ അഭിപ്രായ പ്രകാരം സ്റ്റേറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റലിസ്റ്റ് എലൈറ്റുകളായിട്ടുള്ള അല്ലെങ്കിൽ
അന്നത്തെ ഉന്നതകുല ആൾക്കാരുമായി ബന്ധപ്പെട്ടിട്ട് അവരോട് ചേർന്ന് നിൽക്കുന്ന ഒരു വസ്തുതയാണ് സ്റ്റേറ്റ് എന്നുള്ളതാണ് പറയുന്നത്. ഉയർന്ന ആൾക്കാരുടെ കൺട്രോളിലാണ് എല്ലാ കാര്യങ്ങളും, സ്റ്റേറ്റിലെ എല്ലാ കാര്യങ്ങളും മൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ് റാൽഫ് പറഞ്ഞു വെക്കുന്നത്. നിക്കോസ് കൊളംബസിന്റെ അഭിപ്രായ പ്രകാരം സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ റിലേഷൻ ആണ്. അതായത് പെർട്ടിക്കുലർലി ക്ലാസ് സ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓട്ടോണമസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ് സ്റ്റേറ്റിനെ നിക്കോസ് കൊളംബസ് കാണുന്നത്. ക്ലോസ്ഹോഫും ആബർമാസും പറയുന്നത് ലെജിറ്റിമേഷൻ ക്രൈസിസ് ഉള്ളത് കൊണ്ട് തന്നെ കോൺട്രാഡിക്ടറി ആയിട്ടുള്ള റോൾസ് സ്റ്റേറ്റ് എപ്പോഴും ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളത് പറയുകയാണ്. സ്റ്റേറ്റ് ഒരേ സമയം ഭയങ്കര കൺട്രോളിംഗ് ആയിട്ടുള്ള മെക്കാനിസം ആയിട്ടും അതേപോലെ തന്നെ ലിബറൽ മെക്കാനിസവുമായിട്ട് ഒരേ സമയം നമുക്ക് കാണേണ്ടി വരുന്നതൊക്കെ ഈ ഹാബർമാസിന്റെയും ക്ലോസ്ഹോഫിന്റെയും അഭിപ്രായ പ്രകാരം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇനി മാർക്സിസ്റ്റ് തോട്ട്സിന് സ്വാഭാവികമായിട്ട് ഒരുപാട് എതിർപ്പുകൾ ഉണ്ടായിരുന്നു. കാരണം സ്റ്റേറ്റ് എന്ന് പറയുന്നത് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പാരാസൈറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അതുപോലെ ക്യാപിറ്റലിസ്റ്റ് എലൈറ്റുകൾക്ക് വേണ്ടി നിലനിൽക്കുന്നതാണ്. സോഷ്യൽ റിലേഷൻസിന് വേണ്ടിയിട്ട് നിലനിൽക്കുന്നതാണെങ്കിൽ ക്ലാസ് സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി, അതുപോലെ തന്നെ കോൺട്രാഡിക്ടറി ആയിട്ട് ഈ റോൾസ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടുള്ളതാണ് സ്റ്റേറ്റ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇനി അതിനകത്ത് ഉണ്ടാകുന്ന ഡിബേറ്റ്സ് അല്ലെങ്കിൽ ചർച്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോണമി വേഴ്സസ് ഇൻസ്ട്രുമെന്റാലിറ്റി എന്നുള്ളതാണ്. അതായത് ഒരു പരിധി വരെ ചില മാർക്സിസ്റ്റ് തിയറിസ്റ്റുകൾ പറയുന്നത് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഡോമിനന്റ് ക്ലാസ്സിനെ സെർവ് ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം നിലനിൽക്കുന്നതാണ്. അതേസമയം മറ്റുള്ളവർ പറയുന്നത് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ സിസ്റ്റത്തെ നിലനിർത്താനായിട്ട് അല്ലെങ്കിൽ ഈ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് മാത്രമുള്ള ഒരു വസ്തുതയാണെന്ന് മറ്റു തിയറിസ്റ്റുകൾ പറഞ്ഞു വെക്കുന്നുണ്ട്. വിൽവാറൻ ഈ ഒരു ഡിബേറ്റിനകത്ത് പ്രത്യേകമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന പറയുന്നത് സ്റ്റേറ്റ് എന്ന് പറയുന്നത് മോണോലിത്തിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് അല്ല. പെരിഫറൽ ക്യാപിറ്റലിസം എന്ന് പറയുന്നത് എപ്പോഴും പ്രോഗ്രസീവ് ആണ്. പക്ഷെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്തല്ല, മോണോലിത്തിക് അല്ല എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോഡേൺ ക്രിട്ടിക്സ് പറയുന്നത് മാർക്സിസം ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അല്ലെങ്കിൽ എലൈറ്റ് സ്റ്റേറ്റ് ഡൈനാമിക്സിനെ കംപ്ലീറ്റ് ആയിട്ട് നെഗ്ലക്ട് ചെയ്തുകൊണ്ടാണ് മാർക്സിസ്റ്റ് തിയറീസ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഒരു ക്രിറ്റിസിസം ആയിട്ട് പറഞ്ഞു വെക്കുന്നത്. ഇനി നിയോ ലിബറലിസം, അതായത് ലിബറലിസത്തിനും മാർക്സിസത്തിനും ഒക്കെ ശേഷം ഡെവലപ്പ് ചെയ്യുന്ന ഒരു കോർ ഐഡിയ ആണ് നിയോ ലിബറലിസം എന്ന് പറയുന്നത്. അതായത് മിനിമൽ സ്റ്റേറ്റ് ഇന്റർവെൻഷനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യുന്ന ഒരു ഏരിയ ആണ്. അതായത് സ്റ്റേറ്റ് ഒരുപാട് അങ്ങോട്ട് ഒന്നിലും ഇടപെടാതെ ന്യൂട്രൽ ആയിട്ടുള്ള രീതിയിൽ ആവശ്യമുള്ളിടത്ത് മാത്രം ഇടപെടുന്ന എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് ആണ് നിയോ ലിബറലിസം എന്നുള്ളതിനകത്ത് പറയുന്നത്. അതായത് ഫ്രീ മാർക്കറ്റ്സ്, ഡീറെഗുലേഷൻ, പ്രൈവറ്റൈസേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുക അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടും കൂടെ നിലനിൽക്കുന്ന ഒരു ഗവേണിംഗ് മെക്കാനിസം ആയിട്ടാണ് നിയോ ലിബറലിസം നിൽക്കുന്നത്. പബ്ലിക് ചോയ്സ് തിയറിയുടെ അടിസ്ഥാനത്തിലാണ് നിയോ ലിബറലിസം എന്നുള്ള പെർസ്പെക്റ്റീവ് വരുന്നത്. അതായത് പൊളിറ്റീഷ്യൻസും ബ്യൂറോക്രാറ്റ്സും സെൽഫ് ഇൻട്രസ്റ്റുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും പ്രവർത്തിക്കുന്നുണ്ടാവുക. ഗവൺമെന്റ് മാർക്കറ്റ് എഫിഷ്യൻസി വർദ്ധിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുന്നുണ്ടാവുക എന്നുള്ളതാണ് നിയോ ലിബറലിസത്തിന്റെ ബേസിക് തോട്ട്സ് എന്ന് പറയുന്നത്. ഇനി ഇതൊക്കെ എങ്ങനെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇമ്പാക്ട് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. ഇപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള കൺസെപ്റ്റിനകത്ത് നമ്മൾ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ഇതിനെ ഒരു ഗവൺമെന്റൽ സെറ്റിങ്ങിനകത്തുള്ള കാര്യമായിട്ടുള്ള രീതിയിലാണ് കണക്കാക്കുന്നത്. പക്ഷെ ന്യൂ പബ്ലിക് മാനേജ്മെന്റ് എന്നുള്ളൊരു കൺസെപ്റ്റിന്റെ ഡെവലപ്മെന്റിലേക്ക് ഈ ഒരു കൺസെപ്റ്റുകൾ, അതായത് ലിബറലൈസേഷൻ, അതുപോലെ മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ്, നിയോ ലിബറൽ പെർസ്പെക്റ്റീവും ഒക്കെ ഈ ഒരു തോട്ടിലേക്കാണ് സൊസൈറ്റിനെ ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് വ്യക്തികളുടെ എഫിഷ്യൻസി, കസ്റ്റമർ സർവീസ്, കോമ്പറ്റീഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ്സും അക്കൗണ്ടബിലിറ്റിയും എൻഹാൻസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് നിലനിൽക്കുന്ന ഒരു വസ്തുതയായിട്ട് മാറാനായിട്ട് സ്റ്റേറ്റിനെ ഹെൽപ്പ് ചെയ്യുകയാണ്. സ്റ്റേറ്റ് എന്നുള്ളതിനകത്ത് നമ്മൾ എപ്പോഴും അഡ്മിനിസ്ട്രേഷൻ മാത്രം ചേർത്ത് പറഞ്ഞുകൊണ്ടിരുന്നിടത്ത് പബ്ലിക് മാനേജ്മെന്റ് എന്നുള്ളൊരു കൺസെപ്റ്റിനെ കൂടെ ചേർത്ത് പറയാനായിട്ട് ഈ പെർസ്പെക്റ്റീവ്സിലുള്ള ഡെവലപ്മെന്റ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രഡീഷണൽ ബ്യൂറോക്രാറ്റിക് സ്റ്റേറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് റിജക്ട് ചെയ്യുക അല്ലെങ്കിൽ ആ പെർസ്പെക്റ്റീവ്സിന്റെ ആവശ്യകതയുണ്ടോ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് റിജക്ട് ചെയ്തുകൂടെ എന്നുള്ളൊരു തോട്ട് കൊണ്ടുവരാൻ ഈ ഒരു ഇത് സഹായിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഈ ഒരു തോട്ടിലേക്ക്, അതായത് ന്യൂ പബ്ലിക് മാനേജ്മെന്റ് എന്നുള്ളൊരു തോട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ അത്രയും നാളും ഗവേണൻസ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നതിനകത്ത് മുൻകൂട്ടി കണ്ടിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ നമ്മൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത് സർവീസ് ക്വാളിറ്റി, പെർഫോമൻസ് ബേസ്ഡ് മാനേജ്മെന്റ്,
മാനേജറിലിസം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കാണെന്നുള്ളൊരു തോട്ടും കൂടെ ഈ ഒരു ഇത് ഡെവലപ്പ് ചെയ്യുന്നതോടുകൂടെ സൊസൈറ്റിയിൽ ഡെവലപ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. ഇനി നിയോ ലിബറലിസത്തിന്റെ ഒരു ക്രിറ്റിസിസം പറയുകയാണെന്നുണ്ടെങ്കിൽ ചില ഡെവലപ്പിംഗ് രാജ്യങ്ങൾക്ക്, എല്ലാ രാജ്യങ്ങൾക്കും അല്ല, ചില ഡെവലപ്പിംഗ് നേഷൻസിനെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് മിനിമലിസം എന്ന് പറയുന്നത് അവരുടെ ഡെവലപ്മെന്റിന് ചിലപ്പോൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വസ്തുത ആയിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. അതേപോലെ തന്നെ മിനിമൽ ഇൻവോൾവ്മെന്റ് ആയതുകൊണ്ട് തന്നെ സ്റ്റേറ്റിന്റെ ഇൻവോൾവ്മെന്റ് കൃത്യമായിട്ട് വേണ്ടുന്നതായിട്ടുള്ള പോവേർട്ടി, ഇൻഇക്വാളിറ്റി, വീക്ക് ആയിട്ടുള്ള ഏരിയാസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ കൃത്യമായൊരു ഇൻവോൾവ്മെന്റ് സ്റ്റേറ്റിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ക്രിട്ടിക്സ് പറയുകയാണ് സ്റ്റേറ്റിന് കൃത്യമായിട്ട് സോഷ്യൽ ജസ്റ്റിസ്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, റെഗുലേഷൻ, ഇക്വിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ടുള്ള റോള് അല്ലെങ്കിൽ കൃത്യമായ രീതിയിലുള്ള ഇടപെടലുകൾ കൃത്യമായിട്ട് സ്റ്റേറ്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് ആവശ്യകരമാണെന്നുള്ളത് നിയോ ലിബറലിസത്തിനകത്ത് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി ഈ തോട്ട്സിന്റെ ഒക്കെ അവസാനം അല്ലെങ്കിൽ അതിനൊക്കെ ശേഷം ഡെവലപ്പ് ചെയ്തിട്ടുള്ള കുറച്ച് തിയറീസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുറച്ച് പെർസ്പെക്റ്റീവ് ആണ് പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് ഡിസ്കോഴ്സ് തിയറിയാണ്. അതായത് പബ്ലിക് ഡിസ്കോഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് ലെജിറ്റിമസി ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് സിറ്റിസൺ പാർട്ടിസിപ്പേഷനും കമ്മ്യൂണിക്കേഷനും ഇമ്പോർട്ടൻസ് കൊടുക്കണം, അതുവഴിയാണ് സൊസൈറ്റിയുടെ ഡെവലപ്മെന്റ് പോസിബിൾ ആകുന്നത് എന്നുള്ളതാണ് ഡിസ്കോഴ്സ് തിയറിക്കകത്ത് പറയുന്നത്. ഈ പോസ്റ്റ് മോഡേണിസത്തിനകത്ത് പറയുന്നത് യൂണിവേഴ്സൽ ട്രൂത്ത്സ് അല്ലെങ്കിൽ മെറ്റാ നറേറ്റീവ്സിനെയൊക്കെ കൃത്യമായിട്ട് റിജക്ട് ചെയ്യുകയും റേഷണാലിറ്റിനെ ചലഞ്ച് ചെയ്ത് അതേസമയം തന്നെ പ്ലൂറലിസം എന്നുള്ള കൺസെപ്റ്റിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയാണ് പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്നത്. ഇപ്പൊ ഫൂക്കോ, ഫോക്സ്, മാക്സ്വെയിൻ, മില്ലർ തുടങ്ങിയിട്ടുള്ള തിയറിസ്റ്റുകളൊക്കെ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പവർ, റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ മാക്രോ പൊളിറ്റിക്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും അത് കൃത്യമായ രീതിയിൽ ഒരു ഡിവിഷൻ അഡ്മിനിസ്ട്രേഷന്റെ കാര്യത്തിൽ കൊണ്ടുവരണം എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സ് ഈ 4 തിയറിസ്റ്റുകൾ മുമ്പോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. ഈ തിയറീസിന്റെ ഒപ്പം തന്നെ ഡെവലപ്പ് ചെയ്തു വരുന്ന മറ്റ് തിയറീസ് ആണ് സ്ട്രക്ചറേഷൻ തിയറി, ന്യൂ ഇൻസ്റ്റിറ്റ്യൂഷണലിസം, കോമൺ സെൻസ് തിയറി എന്നുള്ളത്. ഇപ്പൊ സ്ട്രക്ചറേഷൻ തിയറിക്കകത്ത് സ്ട്രക്ചറിന്റെയും ഏജൻസിയുടെയും ഡ്യുവാലിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ന്യൂ ഇൻസ്റ്റിറ്റ്യൂഷണലിസം എന്നുള്ളതിനകത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെ ബിഹേവിയർ ഷേപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ ക്ലാസും ഇൻട്രസ്റ്റും മാത്രമല്ല ബിഹേവിയർ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു തിയറിക്കകത്ത് പറയുന്നത്. കോമൺ സെൻസ് തിയറിക്കകത്ത് പറയുന്നത് സെൽഫ് ഇൻട്രസ്റ്റുകളുടെ മാത്രം അടിസ്ഥാനത്തിലായിരിക്കില്ല വ്യക്തികളും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പോ ഒന്നും പ്രവർത്തിക്കുന്നുണ്ടാവും. ഇപ്പൊ സ്റ്റേറ്റ് ആണെങ്കിൽ പോലും സെൽഫ് ഇൻട്രസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കില്ല, അത് കോൺഫ്ലിക്ട് റെസൊല്യൂഷന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ കോംപ്രമൈസ് എന്നുള്ള കൺസെപ്റ്റിന്റെ ഭാഗമായിട്ടോ ഒക്കെ ആയിരിക്കും പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൂടെയാണ് പറഞ്ഞു വെക്കുന്നത്. ഇത്രയും നമ്മൾ പറഞ്ഞതിനകത്ത് നിന്ന് നമുക്ക് സമ്മറൈസ് ചെയ്യാൻ പറ്റുന്ന പെർസ്പെക്റ്റീവ്സിന്റെ എന്താണ് സ്റ്റേറ്റിന്റെ റോള് അതിനകത്ത് നമ്മൾ പറഞ്ഞു വെക്കുന്ന കീ തിങ്കേഴ്സ് എന്നുള്ളതാണ് ഈ ഒരു ടേബിളിനകത്ത് പറയുന്നത്. ഇപ്പൊ ലിബറൽ പെർസ്പെക്റ്റീവ് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് റൈറ്റ്സിന്റെ ഒരു ലിമിറ്റഡ് പ്രൊട്ടക്ടർ ആണ്. അതിനകത്ത് പ്രധാന തിയറിസ്റ്റുകളാണ് ലോക്ക്, മില്ല്, സ്മിത്ത് എന്നൊക്കെ പറയുന്നത്. ഈ മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ ക്ലാസ് റൂളിന്റെ ഒരു ഇൻസ്ട്രുമെന്റ് മാത്രമായിട്ടാണ് സ്റ്റേറ്റ് നിലനിൽക്കുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന തിയറിസ്റ്റുകളാണ് മാർക്സ്, മിലിബാൻഡ്, പൊളാൻഡസ് എന്നൊക്കെ പറയുന്നത്. നിയോ ലിബറൽ പെർസ്പെക്റ്റീവിനകത്താണെന്നുണ്ടെങ്കിൽ മിനിമൽ റോളാണ് സ്റ്റേറ്റിനുള്ളത്. മാർക്കറ്റ് എനേബിളർ എന്നുള്ള രീതിക്കാണ്. ഇപ്പൊ ന്യൂ പബ്ലിക് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ തിയറിസ്റ്റുകളും അതുപോലെ ഹയാക്ക്, വോൺ മിസസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും വ്യക്തികളൊക്കെ നിയോ ലിബറൽ പെർസ്പെക്റ്റീവിന്റെ തിയറിസ്റ്റുകളാണ്. ഇനി പോസ്റ്റ് മോഡേൺ തിയറിസ്റ്റുകൾ ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ പെർസ്പെക്റ്റീവിനകത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്ലൂറൽ അതുപോലെ ഡിസ്കസീവ്, സിംബോളിക് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ് ആണ് പറഞ്ഞു വെക്കുന്നത്. ഫോക്സ്, ഹാബർമാസ്, ഫൂക്കോ, മാക്സ്വെയിൻ തുടങ്ങിയിട്ടുള്ള തിയറിസ്റ്റുകളാണ് പോസ്റ്റ് മോഡേണിസം എന്നുള്ള കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന തിയറിസ്റ്റുകൾ. അപ്പോ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമുക്ക് സ്റ്റേറ്റ് എന്നുള്ളതിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, സ്റ്റേറ്റ് എന്നുള്ളതിനെ ജസ്റ്റ് കൺക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് സ്റ്റേറ്റ് എന്ന് പറയുന്നതാണെങ്കിൽ അതൊരു മൾട്ടി ഡയമെൻഷണൽ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടേം കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഫീച്ചർ കൊണ്ടോ മാത്രം നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത ഒരു വസ്തുതയാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ് എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ റെഗുലേറ്റർ ആയിട്ടും ചില സമയങ്ങളിൽ ഫെസിലിറ്റേറ്റർ ആയിട്ടും അതേസമയം ഒപ്രസർ ആയിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. അത് ഒരേ സമയം തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള റോൾസും ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ നെഗറ്റീവ്. അതായത് ഒപ്രസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയന്ത്രണം
അധികമാകുന്ന സിറ്റുവേഷൻ ആണ്. അപ്പൊ അത്തരത്തിലുള്ള റോൾസും സ്റ്റേറ്റിന് ഉണ്ടാകേണ്ടതായിട്ട് വരും. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എക്കണോമിക് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഗ്ലോബൽ ചേഞ്ചസിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് എന്ന് പറയുന്നതിനെ നമുക്ക് എപ്പോഴും റീഡിഫൈൻ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പൊ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് സ്റ്റേറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ നമ്മൾ റീഡിഫൈൻ ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ നമ്മുടെ ഓരോ ഏരിയാസ്, നമ്മൾ ഉൾക്കൊള്ളുന്ന ഏരിയാസ്, നമ്മുടെ സ്റ്റേറ്റ് മെക്കാനിസം, നമ്മുടെ ഗവൺമെന്റ് മെക്കാനിസം ഒക്കെ ഉള്ള റോൾസ് അല്ലെങ്കിൽ ആ ഏരിയാസ് ബേസ് ചെയ്തിട്ട് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് പാറ്റേൺ അല്ലെങ്കിൽ സെപ്പറേറ്റ് കോണ്ടെക്സ്റ്റുവൽ അനാലിസിസ് ക്രിയേറ്റ് ചെയ്താലാണ് സ്റ്റേറ്റിന്റെ ഒരു റോള് അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ സ്ട്രക്ചർ നമുക്ക് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഈ ഒരു ഇതിനകത്ത് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഫസ്റ്റ് യൂണിറ്റിന്റെ ഫസ്റ്റ് പാർട്ടായിട്ട് വരുന്നത്. Thank you.